നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2025 പിന്നിട്ട് 2026 ഉറ്റുനോക്കുകയാണ്. ജ്യോതിഷപരമായി നോക്കിയാൽ ഒരുപാട് പ്രത്യേകതകളുള്ള വലിയൊരു മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു വർഷമാണ് 2026. പ്രധാനമായും 2 വമ്പൻ ഗ്രഹങ്ങളാണ് നമ്മുടെ വിധിയെ നിയന്ത്രിക്കുന്നത്. ഒന്ന്, ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്ന വ്യാഴം, ജുപ്പിറ്റർ. 2, ന്യായാധിപൻ എന്ന് വിളിക്കുന്ന ശനി. ഈ 2 ഗ്രഹങ്ങളും ഒരേ സമയം അനുകൂലമായി വരിക എന്നത് അപൂർവമായ കാര്യമാണ്. എന്നാൽ 2026 ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. ഇവർക്ക് വെറും ധനലാഭം മാത്രമല്ല, ജീവിതത്തിൽ കുതിച്ചുയരാനുള്ള യോഗമാണ് വരുന്നത്. പ്രധാനമായും 2 വലിയ സ്വപ്നങ്ങളാണ് ഇവർക്ക് നടക്കാൻ പോകുന്നത്. ഒന്ന്, കടൽ കടന്നുള്ള യാത്ര അഥവാ വിദേശയോഗം. 2, സ്വന്തമായി ഒരു പുതിയ വാഹനം അല്ലെങ്കിൽ കാർ വാങ്ങാനുള്ള ഭാഗ്യം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആ ഭാഗ്യ നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഇതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ? ഉണ്ടെങ്കിൽ 2026 നിങ്ങളുടെ വർഷമാണ്. വീഡിയോ അവസാനം വരെ കാണുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. എന്തുകൊണ്ടാണ് 2026 ഇങ്ങനെയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്നത്? ശനി ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട രാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയമാണിത്. ഒപ്പം വ്യാഴത്തിൻ്റെ അനുഗ്രഹവും കൂടി ചേരുമ്പോൾ ധർമ്മകർമാധിപ യോഗം ചില നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് തൊഴിലില്ലാത്തവർക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നതും, അതുവരെ നടന്ന് ശീലിച്ചവർക്ക് സ്വന്തമായി കാറിൽ സഞ്ചരിക്കാനുള്ള യോഗം വരുന്നതും. പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ, ട്രാവൽ, IT എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് 2026 ഒരു സുവർണ കാലഘട്ടമായിരിക്കും. വീഡിയോയിലേക്ക് ആ നക്ഷത്ര ജാതകരെ അറിയുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇത് പൊതുവായ പ്രവചനമാണ്. എന്നാൽ നിങ്ങൾ വിദേശത്ത് പോകാൻ നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടോ? അല്ലെങ്കിൽ സാമ്പത്തികമായി എത്ര ശ്രമിച്ചിട്ടും ഉയർച്ച കിട്ടുന്നില്ലേ? എങ്കിൽ നിങ്ങളുടെ ജാതകമൊന്ന് വിശദമായി പരിശോധിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ സംശയങ്ങൾ എന്തുതന്നെയായാലും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. നേരിട്ട് വിളിക്കേണ്ടതില്ല, മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ ജാതകം നോക്കി കൃത്യമായ പരിഹാരം പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ വർഷഫലം, ജാതകം, പൊരുത്തം, സമയം, രത്നനിർദ്ദേശം ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രം മേടക്കൂറുകാരായ അശ്വതിയാണ്. വേഗതയുടെ നക്ഷത്രമാണിത്. 2026 അശ്വതി നക്ഷത്ര ജാതകർക്ക് വാഹനയോഗം വളരെ ശക്തമാണ്. പഴയ വാഹനം മാറ്റി താൻ ആഗ്രഹിച്ച മോഡലിലുള്ള പുതിയ കാർ വാങ്ങാൻ ഇവർക്ക് സാധിക്കും. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച് പലതവണ ശ്രമിച്ചിട്ടും നടക്കാത്തവർക്ക് 2026 ടിക്കറ്റ് കിട്ടും. അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെ പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ്. ചന്ദ്രൻ്റെ നക്ഷത്രമാണ് രോഹിണി. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് 2026 നടക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആഡംബര വാഹനം വാങ്ങാൻ യോഗമുള്ള ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകർ. കുടുംബത്തോടൊപ്പം ദൂരയാത്രകൾ നടത്താൻ സാധിക്കും.
വിദേശത്ത് സ്ഥിര താമസമാക്കാൻ PR ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പേപ്പറുകൾ ശരിയാകും. രോഹിണി നക്ഷത്രക്കാരുടെ ജീവിത നിലവാരം തന്നെ മാറാൻ പോവുകയാണ്. അടുത്ത നക്ഷത്രം പുണർദമാണ്. ശ്രീരാമൻ്റെ നക്ഷത്രമായ പുണർദം ഇവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള വർഷമാണ്. കടബാധ്യതകൾ കാരണം വാഹനം വിൽക്കേണ്ടി വന്നവരുണ്ടാകാം. അവർക്ക് അതിനേക്കാൾ മികച്ച വാഹനം 2026 സ്വന്തമാക്കാൻ സാധിക്കും. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് UK, കാനഡ, യൂറോപ്പ് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവ് ലഭിക്കും. പുണർദ നക്ഷത്ര ജാതകർക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്ന വർഷമാണിത്. അടുത്ത 3 നക്ഷത്ര ജാതകർ ഇവരാണ്. അതിലൊന്നാമത്തെ നക്ഷത്രം ഉത്രമാണ്. രാജയോഗമുള്ള നക്ഷത്രമാണ്. 2026 ഇവർക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വിദേശ യാത്രകൾ നടത്തേണ്ടി വരും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനിലൂടെ വാഹനം ലഭിക്കാനോ അല്ലെങ്കിൽ സ്വന്തമായി വാഹനം വാങ്ങാനോ സാധിക്കും. ഉത്തരനക്ഷത്ര ജാതകർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന സമയമാണിത്. അടുത്ത നക്ഷത്രം ചോതിയാണ്. വായുവിൻ്റെ നക്ഷത്രമാണ് ചോതി. അതുകൊണ്ട് തന്നെ ഇവർ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്യുന്നത് ചോതി നക്ഷത്ര ജാതകരായിരിക്കും. 2026 ഇവർക്ക് വിദേശത്തു നിന്നും വലിയ ധനലാഭം പ്രതീക്ഷിക്കാം. ബിസിനസ് ആവശ്യങ്ങൾക്കായി പുതിയ വാനോ കാറോ വാങ്ങാൻ സാധിക്കും. ചോതി നക്ഷത്ര ജാതകർക്ക് ആഡംബര ജീവിതം നയിക്കാനുള്ള യോഗം 2026 തെളിഞ്ഞു വരുന്നു. അടുത്ത നക്ഷത്രം അനിഴമാണ്. ശനി ഭഗവാന്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് അനിഴം. 2026 ശനിക്ക് പ്രാധാന്യമുള്ള വർഷമായതുകൊണ്ട് അനിഴം നക്ഷത്ര ജാതകർക്ക് ഇത് ചാകരക്കാലമാണ്. ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് വിരാമമാകുകയും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ് ലഭിക്കുകയും നാട്ടിൽ വീട് പണി പൂർത്തിയാക്കി മുറ്റത്ത് പുതിയൊരു വാഹനം വാങ്ങിച്ചിടാൻ അനിഴം നക്ഷത്ര ജാതകർക്ക് സാധിക്കും. നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉണ്ടായിരുന്നില്ലേ? വിഷമിക്കേണ്ട, ഇനിയും നക്ഷത്രങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. ചിലർക്ക് സമയം നല്ലതാണെങ്കിലും അനുഭവത്തിൽ വരാറില്ല. അതിന് കാരണം ജാതകത്തിലെ ചില ഗ്രഹങ്ങളുടെ ബലക്കുറവാകാം. അതറിയാനും ലളിതമായ പരിഹാരങ്ങൾ ചെയ്യാനും നിങ്ങളുടെ ജാതകം വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതി. ജാതകമില്ലാത്തവർ പേരും ജന്മനക്ഷത്രവും, അതല്ലെങ്കിൽ പേര്, ജനിച്ച തീയതി, ജനിച്ച സമയം, ജനിച്ച സ്ഥലം അതയക്കുക. വളരെ കുറഞ്ഞ ഫീസിൽ ജാതകം പരിശോധിച്ച് നിങ്ങൾക്ക് എന്നാണ് വിദേശ യോഗം എന്നും എപ്പോഴാണ് നല്ല സമയമെന്നും പറഞ്ഞു തരുന്നതാണ്. വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. 2026 ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്നവരിൽ മുൻപന്തിയിലാണ് ഇവർ. ഭൂമി, വാഹനം എന്നിവയ്ക്ക് കാരകനായ ചൊവ്വയും ധനകാരകനായ വ്യാഴവും ഇവരെ അനുഗ്രഹിക്കുന്നു. 2 വാഹനങ്ങൾക്ക് വരെ യോഗം കാണുന്നുണ്ട്. ഒന്ന് ബിസിനസ് ആവശ്യത്തിനും ഒന്ന് സ്വന്തം ആവശ്യത്തിനും. വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. അടുത്ത നക്ഷത്രം ചതയമാണ്. രാഹുവിൻ്റെ നക്ഷത്രമാണ് ചതയം. അപ്രതീക്ഷിതമായി വിദേശ യോഗം വരുന്നത് ചതയ നക്ഷത്രക്കാർക്കാണ്. യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഇരിക്കുമ്പോഴായിരിക്കും വിസ വരുന്നത്. അതുപോലെ ലോട്ടറി അടിച്ചോ ചിട്ടി കിട്ടിയോ ഒക്കെ വാഹനം വാങ്ങാൻ സാധിക്കും. 2026 ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു മാജിക് ഇയർ ആയിരിക്കും. കുതിച്ചുയരാൻ തയ്യാറായിക്കൊള്ളൂ. അടുത്ത നക്ഷത്രം രേവതിയാണ്. അവസാനമായി പറയുന്ന നക്ഷത്രവും രേവതി തന്നെയാണ്. 2026 എല്ലാ കാര്യങ്ങളും ശുഭകരമായി അവസാനിക്കും. വിദേശത്ത് സെറ്റിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ വിദേശത്ത് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്
അതിനുള്ള അവസരം ലഭിക്കും. മക്കളുടെ പേരിൽ വാഹനം വാങ്ങാൻ സാധിക്കും. വിദേശത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പോകുന്നവർക്ക് ലൈസൻസ് കിട്ടും. രേവതി നക്ഷത്ര ജാതകർക്ക് സാമ്പത്തികമായി വലിയ ഭദ്രത 2026 കൈവരിക്കും. തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന സമയമാണിത്. പ്രിയപ്പെട്ടവരെ, ഈ 9 നക്ഷത്രക്കാർക്കാണ് 2026 ഏറ്റവും കൂടുതൽ വിദേശ വാഹന യോഗങ്ങൾ കാണുന്നത് എന്ന് കരുതി മറ്റു നക്ഷത്രക്കാർക്ക് മോശമാണെന്നല്ല. നിങ്ങളുടെ ജാതകത്തിൽ ദശാകാലം നല്ലതാണെങ്കിൽ നിങ്ങൾക്കും ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കും. അതറിയാനാണ് ജാതകം നോക്കണമെന്ന് പറയുന്നത്. ഈ ഭാഗ്യം നിലനിൽക്കാൻ എന്ത് ചെയ്യണം? വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. ശനിയാഴ്ചകളിൽ വൈകുന്നേരം വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എള്ളുതിരി കത്തിക്കുക. ഇത് ചെയ്താൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജാതകം നോക്കാൻ ആഗ്രഹിക്കുന്നവർ മടിക്കാതെ വാട്സപ്പ് ചെയ്യുക. എല്ലാവർക്കും 2026 സ്വന്തമായി ഒരു വാഹനവും ആഗ്രഹിച്ച ജീവിതവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.